നമസ്കാരം. പ്രതിരോധ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുമായി 12ാമത് ഐഡെക്സ് അബുദാബിയിൽ സമാപിച്ചു. ഇതിനോടൊപ്പം 110 മണിക്കൂർ തുടർച്ചയായി പാട്ടുപാടി ഗിന്നസ് റെക്കോർഡ് ഇടാൻ ശ്രമിക്കുന്ന മലയാളി യുവാവ്. ഈ വാർത്തകളെല്ലാമായുള്ള ഈ ആഴ്ചത്തെ ഗൾഫ് വീക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതിരോധ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും സേവനങ്ങളും മധ്യപൂർവ്വ ദേശത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത 12ാമത് ഐഡെക്സ് അബുദാബിയിൽ സമാപിച്ചു. ഏകദേശം 3500 കോടി ദിർഹത്തിന്റെ ഉടമ്പടികളും കരാറുകളുമാണ് ഇത്തവണത്തെ ഐഡെക്സിൽ ഒപ്പുവെച്ചത്. പ്രതിരോധ സേനയുടെ വർണ്ണപ്പകിട്ടാർന്ന ബാൻഡ് പരേഡോടെയായിരുന്നു ഐഡെക്സിന്റെ ഔദ്യോഗിക തുടക്കം. തുടർന്ന് രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും പ്രതിഫലിക്കുന്ന ഒട്ടേറെ കലാപരിപാടികൾ. റിപ്പബ്ലിക് ഓഫ് ബെലാറസിന്റെ റൈഫിൾ ഡ്രിൽ, സൗത്ത് കൊറിയയുടെ പരമ്പരാഗത മിലിറ്ററി ബാൻഡ് മേളവും ചടങ്ങിന് മാറ്റുകൂട്ടി. തുറമുഖ പശ്ചാത്തലത്തിൽ തീവ്രവാദികളുടെ ആക്രമണം അമർച്ച ചെയ്യുന്ന യുദ്ധരംഗം തത്സമയ പശ്ചാത്തലമൊരുക്കി UAE പ്രതിരോധ സേനാംഗങ്ങൾ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായിരുന്നു. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിൽ UAE പ്രതിരോധ സേനയുടെ സഹകരണത്തോടെയായിരുന്നു പ്രദർശനം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപസർവ സൈന്യാധിപനുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ഇന്ത്യ ഉൾപ്പെടെ 55 രാജ്യങ്ങളുടെ പങ്കാളിത്തം മേളയെ സമ്പന്നമാക്കി. കര, നാവിക, വ്യോമ, പ്രതിരോധ മേഖലയിലെ ഏറ്റവും നൂതന സാങ്കേതിക മികവുകൾ പ്രകടമാക്കുന്ന അത്യാധുനിക യുദ്ധോപകരണങ്ങളുടെ കലവറകളാണ് പ്രദർശന നഗരിയെ മികവുറ്റതാക്കിയത്. യുദ്ധമേഖലയിലേക്ക് സർവ്വസന്നാഹങ്ങളുമായി കുതിക്കുന്ന പാറ്റൻ ടാങ്കാണ് ഉക്രൈൻ പരിചയപ്പെടുത്തിയത്. These vehicles we can use, army can use for delivery the persons to the fighting area. As this personal vehicle we can use too. As you can see, that vehicle can have the fighting model with the rockets and 30 millimeters gun, and that light personal vehicle can have that too. Like light personal vehicles like Kozak we can use for transporting persons, for as ambulance, as radio station. ലോകോത്തര യുദ്ധോപകരണങ്ങളും പടക്കോപ്പുകളും അണിനിരത്തി പ്രതിരോധ രംഗത്തെ ശക്തി തെളിയിക്കുന്നതിൽ വിവിധ രാജ്യങ്ങൾ മത്സരിക്കുകയായിരുന്നു. ആളപായം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള അപകട സ്ഥലങ്ങളിലേക്ക് റോബോട്ടുകളെ അയക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് UAE മേളയിൽ പരിചയപ്പെടുത്തിയത്. 11 അടി വരെ പൊക്കമുള്ള ഈ റോബോട്ടിന് ബോംബുകളും മൈനുകളും കണ്ടെത്തി നിർവീര്യമാക്കാൻ സാധിക്കും. It's a 250 kilo robot. Has the ability, a very heavy lift, very strong arm, capable of lifting 110 to 120 kilos, which is probably the largest in its class. If you'll notice, it has full-length flippers on that, and that gives it extremely good maneuverability, can climb over large obstacles, and has a very fast speed for a robot its size.
As far as equipment that's on board, you'll notice the gripper at the end of the arm. That can lift up heavy objects and move them out of the way. We've used those in industrial settings such as Fukushima and recovering from the tsunami on the facility there, as well as in EOD tasks or police mission. മധ്യപൂർവ്വ ആഫ്രിക്കൻ മേഖലയിൽ പ്രതിരോധ രംഗത്തെ മികവിനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സഹായകമായിരുന്നു പ്രദർശനമെന്ന് സാക്ഷ്യപ്പെടുത്തിയ രാഹുൽ പക്ഷേ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. Personally, I'll be happy if I see more Indian stands over here because being an Indian, definitely my wish and my heart is with India only. So definitely I want more participants from India. അമേരിക്ക, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, സൗത്ത് ആഫ്രിക്ക, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. തോക്കുകളുടെ ചരിത്രവുമായാണ് പാകിസ്ഥാൻ മേളയിലെത്തിയത്. ചെറിയ തോക്ക് മുതൽ സ്നൈപ്പർ റൈഫിൾ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. UAE സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ കവചിത വാഹനമാണ് മേളയുടെ മറ്റൊരു ആകർഷണം. എമിറേറ്റിന്റെ നക്ഷത്രം എന്നർത്ഥം വരുന്ന എനിജ്മ എന്ന് പേരിട്ടിരിക്കുന്ന വാഹനത്തിന് കരയിലും വെള്ളത്തിലും ഒരുപോലെ സഞ്ചരിക്കാനാവും. യുദ്ധമുഖത്തെ വിഷവാതകം പോലും ശുദ്ധീകരിക്കാനുള്ള ശേഷി ഉൾപ്പെടെ അത്യാധുനിക സുരക്ഷാ സംവിധാനമാണ് ഇതിന്റെ പ്രത്യേകത. ഇത് 100% UAE ഡെവലപ്പ് ചെയ്ത വെഹിക്കിളാണ്. 8x8 ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കരയിൽ കൂടെയും ആമേർഡ് മോഡുലർ ഫൈറ്റിംഗ് വെഹിക്കിളാണ്. കരയിൽ കൂടെയുള്ള ഫൈറ്റിനും ഒപ്പം ഇതിന് സ്വിമ്മിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇത് സ്വിമ്മിങ്ങും കൂടെ കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. BMP-3 എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത ഗണ്ണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരു സ്പേസ് പറയുകയാണെങ്കിൽ ഒരു ഗണ്ണർ, ഡ്രൈവർ, ഒരു കമാൻഡർ, അതുകൂടാതെ 8 പേർക്ക് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്, ഫൈറ്റിംഗ് വെഹിക്കിളാണ്. 8x8 UAE ഉള്ള ആദ്യത്തെ 8x8 വെഹിക്കിളാണ്. പൂർണ്ണമായും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത 8 വീലുകളുള്ള വാഹനത്തിന് 28 ടൺ ഭാരമുണ്ട്. ഒരേ സമയം 8 വീലുകളും പ്രവർത്തനരഹിതമായാൽ പോലും മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സമാവാത്ത രീതിയിലാണ് രൂപകൽപ്പന. ഫുള്ളി മൈൻ പ്രൊട്ടക്റ്റഡ് ആണ്. മൈന് അതുപോലെ ആർമേഡ് ആണ്. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഇത് ന്യൂക്ലിയറോ ബയോളജിക്കലോ കെമിക്കലോ വെപ്പൺസ് ആരെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഫിൽറ്റേർഡ് ആയിട്ടാണ് ഇതിൻ്റെ അത് എയർ വരുന്നത്. സോ നത്തിങ് വിൽ ഹാപ്പൻ ടു ദ പാസഞ്ചർ. പാസഞ്ചർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. സോ ഫിൽറ്റേർഡ് ആയിട്ടുള്ള എയർ ആണ് വരുന്നത്. 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ വാഹനത്തിന്റെ നിർമ്മാണത്തിൽ 50ഓളം മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരുടെ സാന്നിധ്യമുണ്ടെന്നതാണ് മറ്റൊരു സവിശേഷത. അന്തർവാഹിനി കപ്പലുകളുടെ ചെറുപതിപ്പും മേളയെ ആകർഷകമാക്കുന്നു. നൂതന സൗകര്യമുള്ള യുദ്ധക്കപ്പലുകളും ഇതോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ചിരുന്നു. തിരക്കേറിയ ജീവിതത്തിനും ജോലികൾക്കുമിടയിൽ സ്വന്തം ശരീരത്തെ മറന്നുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ഒരു കൂട്ടം ആളുകൾ. യോഗയിലൂടെയും മറ്റ് ആയോധന കലകളിലൂടെയും ശരീരത്തെ ശുദ്ധീകരിച്ച് ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് യോഗ ഫെസ്റ്റിലൂടെയും യോഗ മേളയിലൂടെയും ലക്ഷ്യമിടുന്നത്. തിരക്കേറിയ ജീവിതത്തിൽ സ്വന്തം ശരീരത്തെ മറക്കുന്നവരാണ് പൊതുവെയുള്ള ആളുകൾ. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും പ്രവാസികൾക്കിടയിലാണെന്നതും വസ്തുതയാണ്. ഈ സാഹചര്യത്തിലാണ് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ശക്തിപ്പെടുത്താൻ യോഗയും മറ്റ് ആയോധന കലകളും ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായിൽ യോഗമേള സംഘടിപ്പിച്ചത്. So we're going to do 1 forward fold. Inhale, hands up. Exhale, bend forward with your lower back straight all the way down. Slowly, and bringing your left arm, stretching left arm out, right arm up and over. Feel the stretch on your right side. Twist forward, pull your hands away from your shoulders. And your right hand behind your back. And inhale, lift up your left hand. Exhale, and twist. നമ്മളൊരിക്കലും നമ്മളെ സ്നേഹിക്കില്ല. നമ്മൾ സ്നേഹിക്കാൻ നമ്മുടെ കുട്ടികളെ ആവാം, അല്ലെങ്കിൽ അച്ഛനമ്മനെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ആവാം. നമ്മളൊരു നല്ല ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും അത് കഴിക്കാൻ നോക്കില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങില്ല. എന്തിന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണിനെ പോലും നമ്മൾ കല്യാണം കഴിക്കില്ല.
നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം. അത് തന്നെയാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും. ഒരിക്കലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരില്ല. അപ്പോൾ അതിന് ഒരു ബോധവൽക്കരണം, ഒരു പ്രബോധനം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ യോഗമേള പ്ലാൻ ചെയ്തത്. മൂന്ന് ദിവസമായി നടത്തിയ പരിപാടികളിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. വിവിധ തരം യോഗയുടെ ക്ലാസുകൾ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. ഔട്ട്ഡോർ ലൊക്കേഷനുകൾക്ക് പുറമെ ഇൻഡോറിലും പ്രത്യേകം ക്ലാസുകൾ സജ്ജമാക്കിയിരുന്നു. 7 ടെന്റുകളായി 100-ലധികം സെഷനുകളാണ് ഈ വർഷം തയ്യാറാക്കിയത്. സ്വന്തം ശരീരത്തെ മനസ്സിലാക്കുന്നതിലൂടെ സ്വയം മനസ്സിലാക്കുക എന്നതാണ് ഫെസ്റ്റിവലിലൂടെ പഠിക്കുന്നതെന്ന് സമീക്ഷ പറയുന്നു. When you come down to Dubai, it's such a beautiful place is Dubai, but a lot of work pressure. People come for the work, and they sometimes they forget about themselves. So keeping that in our mind, we thought of having this kind of a festival where we celebrate our mind and body together, and the soul too, wherein we experience what we are, understanding what is around us too. There is nature too, because when we go to office or work, we are just concentrating on our work. We don't know what's happening outside. We are just in one office. Rather, this is a opportunity, a platform given to everyone to be a part of this yoga mela, wherein they know about themselves. ദുബായിലെ ആളുകൾക്ക് കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ക്ലാസുകളും പ്രത്യേകം പ്രദർശനവും ഒരുക്കിയിരുന്നു. കുട്ടികൾക്കായി പ്രത്യേകം യോഗയും ചൈനീസ് ആയോധന കലയായ കുങ്ഫുവിന്റെയും ക്ലാസുകൾ തയ്യാറാക്കി. Come down. Come up. One more. Can we do it? You have plans? Swimming? Something like that? No? Water too cold? യോഗയിലൂടെ ജീവിതചര്യയിൽ കാതലായ മാറ്റം വരുത്തുകയെന്ന സന്ദേശമാണ് യോഗ ഫെസ്റ്റിലൂടെ നൽകിയത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ്. ഗുരുജി KB മാധവന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസുകളെല്ലാം. യുവതലമുറയ്ക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഭൂതകാലം ഏറ്റവും മികച്ച രീതിയിൽ വരച്ചു കാട്ടിയാണ് അബുദാബിയിൽ നടന്ന ഖസർ അൽ ഹൊസൻ ഫെസ്റ്റിവൽ ശ്രദ്ധേയമായത്. 10 ദിവസം നീണ്ടുനിന്ന മേളയിൽ സ്വദേശികളും വിദേശികളും അടക്കം 1.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തവണ സന്ദർശനം നടത്തിയത്. അബുദാബിയിൽ 16-ാം നൂറ്റാണ്ട് മുതൽ പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന അടയാളമായ അൽ ഹൊസൻ കോട്ടയും 4 പതിറ്റാണ്ടിന് ശേഷമുള്ള കൾച്ചറൽ ഫൗണ്ടേഷനും കേന്ദ്രീകരിച്ചായിരുന്നു പഴമയുടെ സ്മരണകളും അനുഭവങ്ങളും സമ്മാനിച്ച ഫെസ്റ്റിവൽ നടന്നത്. വിദേശികളും സ്വദേശികളുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ചരിത്ര പാരമ്പര്യാനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരുന്നു ഉത്സവം പൂർത്തിയായിരിക്കുന്നതും. We keep our culture, the people, how they, our culture and what is our traditional here. And this will come from Sheikh Mohammed bin Zayed. They want us to keep the traditional to the more year. അബുദാബി എമിറേറ്റിലെ ദ്വീപ് മേഖലകൾ മരുപ്പച്ച, മരുഭൂമി, സമുദ്രം എന്നിവയുടെ സാംസ്കാരിക തനിമകളോടെയാണ് ഉത്സവ നഗരി സജ്ജമാക്കിയത്. 66 ലക്ഷത്തിലധികം ടൺ മണൽ വിരിച്ചാണ് തനിമയാർന്ന പൈതൃക ഗ്രാമം രൂപകൽപ്പന ചെയ്തത്.
പൈതൃക ജീവിതത്തിലെ 450ഓളം പരീക്ഷണങ്ങളും മാതൃകകളും സന്ദർശകർക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് എമറാത്തി പാരമ്പര്യത്തിന്റെ ഊഷ്മളതയും മഹിമയും പകർന്നു നൽകിയത്. 11 തരം പവലിയനുകളായിരുന്നു സന്ദർശകരെ സ്വീകരിച്ചത്. പുതുമ നൽകുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം അന്യോന്യം സമ്പർക്കം പുലർത്താവുന്ന പരിപാടികളായിരുന്നു 4 ഫെസ്റ്റിവൽ മണ്ഡലങ്ങളിലുണ്ടായിരുന്നത്. UAE-ലെ 10 സർവകലാശാലകളിൽ നിന്ന് 250 വിദ്യാർത്ഥികൾ ഖസറുൽ ഹൊസൈൻ ഫെസ്റ്റിവൽ സ്ഥാനപതിമാരായി പ്രവർത്തിച്ചു. ഈന്തപ്പനയുടെ മുകളിൽ കയറാൻ പരിശീലിപ്പിക്കുന്നതുൾപ്പെടെ കായലരികത്ത് വലയെറിയാനും മീൻ പിടിക്കാനും ഒക്കെ തനിമയോടെയുള്ള പരിശീലനങ്ങൾ ആസ്വദിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. We have a marine and we have a desert and we have the oyster. If you see on the marine we have some people they teach you how to make something like el gargour. It's kind of fishing and the people can try to make it. പഴമയുടെയും പാരമ്പര്യത്തിന്റെയും പഴയ തലമുറയിലുള്ള അറബികൾ കുട്ടികൾക്ക് പാരമ്പര്യത്തിന്റെ അനുഭവപാഠങ്ങൾ പലതും തനിമയോടെ കാണിച്ചും വിവരിച്ചു. കക്ക പൊളിച്ച് മുത്തുച്ചിപ്പി എടുക്കുന്നതും വല നെയ്യുന്നതും കുട്ടയുണ്ടാക്കുന്നതുമെല്ലാം വളരെ ആവേശത്തോടെയാണ് കുട്ടികളും മുതിർന്നവരും കണ്ടത്. പണ്ടുകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ചായക്കടകളും പലചരക്ക് കടയും അതേപോലെ തന്നെ നിർമ്മിച്ചിരുന്നു. വെള്ളക്കെട്ടിന്റെ ഓരത്ത് കുടിലുകളിൽ വല നെയ്യുന്നവരും ഉരുവിനായി പായുണ്ടാക്കുന്നവരും സ്ഥാനം പിടിച്ച കുടിലുകൾ അക്കാലത്ത് ജീവിതം വരച്ചു കാട്ടുകയാണ്. ഉണക്കമീൻ കച്ചവടക്കാരും മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങൾ വിൽക്കുന്നവരും ഉൾപ്പെടെ കരയുടെ കാഴ്ചകളാൽ സമ്പന്നമായിരുന്നു ഖസറുൽ ഹൊസൈൻ ഫെസ്റ്റിവൽ. The old days, people lose their traps in the sea. So what happened when they lose their traps? Sometimes, like when they lose the traps, the fish goes inside and stay inside and die. So that's why the government made a new idea. Trap has the backside has a door. That door contains a lock. Trap was lost by the fisherman. That lock after 3 days or 1 week will melt. So when it melts, the fish can leave and the door gets open and fish can leave. So that's the new idea that the government made it in UAE. കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ഈ കാഴ്ചകളെങ്കിൽ മറുവശത്ത് നമ്മുടെ ഏലം ഉൾപ്പെടെ സുഗന്ധദ്രവ്യ കൂട്ടങ്ങൾ വിൽക്കുന്ന പരമ്പരാഗത കടകളും സ്ഥാനം പിടിച്ചിരുന്നു. ഉത്സവ മേഖലയിലെ കൾച്ചറൽ ഫൗണ്ടേഷൻ കെട്ടിടത്തിൽ പരമ്പരാഗത കളിപ്പാട്ടങ്ങൾ, പാവ തുടങ്ങിയവ നിർമ്മിക്കാൻ കുട്ടികൾക്ക് പരിശീലനം നൽകി. പനയോല, പേപ്പർ, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് കളിപ്പാട്ട നിർമ്മാണം. നൂലുകൊണ്ട് ചിത്രപ്പണി തീർക്കുന്ന തെല്ലി എന്ന പരമ്പരാഗത സ്വദേശി എംബ്രോയിഡറി, ഗ്രാമീണ മേഖലയിൽ സ്ത്രീകൾ നിർമ്മിച്ചിരുന്ന കമ്പിളി വസ്ത്രവുമായി ബന്ധപ്പെട്ടും ഫെസ്റ്റിവൽ സെന്ററിൽ പരിശീലനം നൽകി. Painting. Painting? You did painting. That's nice. We do hair art. So which colors do you like most? All of them. All of them? Yeah. Did you make any cup, anything like that? Yeah. How was it? How? Nice. I think they should put more in school. We have these kind of activities outside of the school, and it's very nice because it makes them create things. It's very good for handicraft and the. ഖസറുൽ ഹൊസൈൻ ഫെസ്റ്റിവലിൽ ഈ വർഷം 1.5 ലക്ഷം സന്ദർശകരെത്തിയതായി അബുദാബി ടൂറിസം ആൻഡ് കൾച്ചർ അതോറിറ്റി അറിയിച്ചു. പൈതൃക പാരമ്പര്യത്തിന്റെയും മഹിമയുടെയും പ്രാധാന്യവും പുതിയ തലമുറയ്ക്കും സന്ദർശകർക്കും തനിമയോടുള്ള അനുഭവ മുഹൂർത്തങ്ങൾ നൽകാൻ സാധിച്ചു എന്നതാണ് ഫെസ്റ്റിവലിന്റെ നേട്ടമെന്നും അധികൃതർ അറിയിച്ചു. മണിക്കൂർ തുടർച്ചയായി പാട്ടുപാടി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടൊരു മലയാളി യുവാവ്. വടക്കൻ പറവൂർ സ്വദേശി VN സുധീറാണ് 4 ദിവസം തുടർച്ചയായി പാട്ടുപാടി ലക്ഷ്യം പൂർത്തീകരിച്ചത്.
കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 9 മണി മുതലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമാക്കി സുധീർ പാടിത്തുടങ്ങിയത്. തെരഞ്ഞെടുത്ത 1500 ചലച്ചിത്ര ഗാനങ്ങളാണ് ഇദ്ദേഹം ആലപിച്ചത്. 4.5 ദിവസത്തിലധികം നീണ്ടുനിന്ന തുടർച്ചയായ ഗാനാലാപന യജ്ഞത്തിൽ യേശുദാസ് ആലപിച്ച പാട്ടുകളായിരുന്നു 90%-ലേറെയും. മലയാളം, ഹിന്ദി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു ഇവ. നാഗ്പൂർ സ്വദേശിയായ രാജേഷ് ബുർബുറയുടെ 105 മണിക്കൂർ എന്ന ഗിന്നസ് റെക്കോർഡാണ് ഇദ്ദേഹം ഭേദിച്ചിരിക്കുന്നത്. തുടർച്ചയായ ഗാനാലാപനത്തിനിടയിൽ വളരെ പരിമിതമായി മാത്രമാണ് വിശ്രമത്തിന് സമയം കണ്ടെത്തിയത്. തുടർച്ചയായ ആലാപനം തൊണ്ടയ്ക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കിയെന്നല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സുധീർ പറയുന്നു. ചെറുപ്പത്തിൽ മുതലേ പഠിക്കാൻ പോകുന്ന നാളിൽ പഠിച്ചിരുന്നില്ല. ശരിക്കും 8ാം ക്ലാസ് വരെയും പഠിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ബുക്കിലൊക്കെ ഇങ്ങനെ പാട്ട് എഴുതി വെക്കുമായിരുന്നു. അതിപ്പോൾ ഒരു 2000-2500 പാട്ട് നിലവിൽ അറിയാം. ഇപ്പം ഇവിടെ ഒരു 650 പാട്ടോളം കൊണ്ടുവന്നിട്ടുള്ളൂ. അതായത് ബാക്കിയുള്ള ഇത്തിരി ടഫായിട്ടുള്ള കുറേ പാട്ടുകളാണ്. അപ്പോൾ ഇതിന് വേണ്ടി മാത്രം. പക്ഷെ ഇപ്പോഴും കൊണ്ടുവന്നത് ടഫ് തന്നെയായി. ജന്മസ്ഥലമായ പറവൂരിൽ 24 മണിക്കൂർ തുടർച്ചയായി പാടി മികവ് സാക്ഷ്യപ്പെടുത്തിയ ഗിന്നസ് സർട്ടിഫിക്കറ്റും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം മൂലം 8ാം ക്ലാസ് വരെ മാത്രം പഠിക്കാനായ സുധീർ ചെറുപ്പത്തിൽ മുതൽ തന്നെ സംഗീതം ജീവിത ലക്ഷ്യമായി ഗാനമേള ട്രൂപ്പ് ആരംഭിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ അബുദാബിയിൽ അവസരം ലഭിച്ചതിലും സുധീർ സംതൃപ്തനാണ്. എൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്തത് എൻ്റെ കൂട്ടുകാർ തന്നെ. ഇപ്പം എൻ്റെ ഇതിനു വേണ്ടി ആദ്യമായിട്ട് തുനിഞ്ഞത് ഈ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അവിടെ പറവൂത്ത എറണാകുളം ജില്ലയിലുള്ള അബ്ദുള്ള എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇതിനു വേണ്ടി ആദ്യം തുനിഞ്ഞിറങ്ങിയത്. പിന്നെ അതിനെ ചൊല്ലി ഞാൻ എൻ്റെ പറഞ്ഞ കൂട്ടുകാരന്മാരെല്ലാവരും എൻ്റെ പിന്നാലെ കൂടി. 110 മണിക്കൂർ പൂർത്തിയാക്കുന്നതിന് പിന്നാലെ ഗാനഗന്ധർവൻ KJ യേശുദാസ് സുധീറിനെ ഫോണിൽ വിളിച്ച് പ്രത്യേകം അഭിനന്ദിച്ചു. ഇതുപോലൊരു സ്വപ്നം തനിക്ക് പോലും അസാധ്യമാണെന്നും വിജയകരമായി പൂർത്തീകരിച്ചതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നുവെന്നും യേശുദാസ് അഭിനന്ദിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യം പൂർത്തീകരിച്ച സുധീറിന് വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ അബുദാബിയിൽ സ്വീകരണം നൽകി. അഞ്ച് ദിവസം നീണ്ടുനിന്ന ഗാനാലാപന യജ്ഞം റെക്കോർഡ് ചെയ്ത വീഡിയോ പകർപ്പ് ഉടൻ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അധികൃതർക്ക് സമർപ്പിക്കും. പരിശോധനയ്ക്ക് ശേഷം റെക്കോർഡ് പ്രഖ്യാപനം വന്നാൽ പ്രത്യേക ചടങ്ങ് അബുദാബിയിൽ തന്നെ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീ സജീവൻ അവർകൾ അതിന് ഈ സംരംഭത്തിനെ കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ അത് ചെയ്യാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് ഒരു ധാരണ ഞങ്ങൾക്ക് തന്നിരുന്നു. അത് തന്നെയാണ് പ്രോത്സാഹനം. അപ്പം അദ്ദേഹം ഈ തുനിഞ്ഞിറങ്ങിയ ഈ ഒരു സംരംഭത്തിൽ വിജയിക്കട്ടെ. എന്തിരുന്നാലും ഞങ്ങൾക്കൊരു വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ. മലയാളം, ഹിന്ദി, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ പാടി ആരാധകരെയും ആസ്വാദകരെയും രസിപ്പിച്ച സുധീറിനെ പ്രോത്സാഹിപ്പിക്കാൻ 100 കണക്കിന് പേരാണ് 5 ദിവസം കുടുംബസമേതമായി അബുദാബിയിലെത്തിയത്. ഗൾഫ് ദിസ് വീക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ദിസ് വീക്ക്, പോസ്റ്റ് ബോക്സ് 502638, ദുബായ് മീഡിയ സിറ്റി, UAE. ഫാക്സ് 04 426 4646. ഇമെയിൽ mmtvdubai@gmail.com.